ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ, എല്ലാവരും മേടിച്ച് കഴിച്ചിട്ടൊക്കെയുള്ള പഴങ്ങളായിരിക്കും. പക്ഷേ കഴിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും ഇതിനോടൊരു അതൃപ്തി തോന്നിയിട്ടുണ്ട്. എന്തെന്നാൽ ഒരു ടേസ്റ്റില്ല, മധുരമില്ല, വെറുതെ പച്ചവെള്ളത്തിൻ്റെ ചവ. എന്തായാലും അങ്ങനെ തന്നെ അനുഭവമായിരുന്നു എനിക്കും. കൃഷിഭവനിൽ നിന്നും എൻ്റെ ഭാര്യയ്ക്ക് 2 തൈകൾ കിട്ടിയിരുന്നു. മനസ്സില്ലാ മനസ്സോടെ കുഴിച്ചിട്ടു. അത് കുഴിച്ചിട്ട് വളർന്ന് പൂത്തു. പൂവുണ്ടായപ്പോഴൊക്കെ ഞാൻ കണ്ടു ശ്രദ്ധിച്ചില്ല. കായും കിട്ടി. പഴുത്ത് വീഴാറായപ്പോഴാണ് അമ്മ അത് പറിച്ച് കൊണ്ടുത്തരുന്നത്. അത് ഞങ്ങൾ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് 2-3 ചെടി നട്ടു നോക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കമ്പ് മുറിച്ച് വേര് പിടിപ്പിച്ചിട്ട് ടെറസിന് മുകളിൽ ഡ്രമ്മിനകത്ത് പൈപ്പ് വെച്ച് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി. അങ്ങനെ അത് റെഡിയാക്കി അതിൽ നിന്ന് 1 വർഷത്തിനുള്ളിൽ വിളവെടുത്തു. ജൈവവളങ്ങളൊക്കെ ഇട്ടു, പഴം കിട്ടി. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഞാൻ മുറിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. എന്തായാലും എല്ലാവർക്കും ഉള്ള പോലെയുള്ള തെറ്റിദ്ധാരണ എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ മാറിക്കിട്ടി. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഡ്രമ്മിനകത്ത് ഇത് സെറ്റ് ചെയ്താൽ നല്ല പഴങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണ്. കടകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ ശരിയായ വിളവെടുത്തായിരിക്കത്തില്ല. പഴുപ്പാകുന്നതിന് മുമ്പ് പറിച്ച് വെച്ച് പഴുപ്പിച്ചതോ അല്ലെങ്കിൽ വല്ല മരുന്നുകൾ അടിപ്പിച്ച് പഴുപ്പിച്ചതോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൻ്റെ ടേസ്റ്റ് തോന്നുന്നത്. നല്ല ടേസ്റ്റാണ്, ഒരു കുഴപ്പവുമില്ല. എന്തായാലും ഞാനിത് 4-5 നട്ടിട്ടുണ്ട്. എനിക്കെല്ലാത്തിലും ആവശ്യം, എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഡെയിലി എന്ന് പറഞ്ഞാൽ 1-2 പഴം വെച്ച് കിട്ടുന്നുമുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ 10-15 പഴത്തോളം കിട്ടിക്കഴിഞ്ഞു. എന്തായാലും കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന പഴത്തിൻ്റെ ടേസ്റ്റും രുചിയുമല്ല, നല്ല മധുരവും നല്ല ടേസ്റ്റുമുണ്ട്.